Good morning. Today going to talk about key difference between entrepreneur and intrapreneur. ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ യൂണിറ്റ് 1 പാർട്ട് 3 ആണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. An entrepreneur is defined as a person who establishes new business with innovative idea or a concept. ഓൺട്രപ്രണർ എന്ന് പറയുന്നത് പുതിയ ബിസിനസ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയയും കോൺസെപ്റ്റും കൊണ്ടുവരുന്ന ആളാണ്. ആൻ എംപ്ലോയി ഓഫ് എൻ ഓർഗനൈസേഷൻ ഓതറൈസ്ഡ് ടു അണ്ടർടേക്ക് ഇന്നോവേഷൻ ഇൻ പ്രൊഡക്റ്റ് സർവീസ് പ്രോസസ് സിസ്റ്റം ഈസ് എ ഇൻട്രാപ്രണർ. ഒരു എംപ്ലോയി, സ്ഥാപനത്തിലെ ഒരു എംപ്ലോയിയാണ്. പുതിയ പ്രൊഡക്റ്റിൻ്റെ ഇന്നോവേഷൻസ്, സർവീസിൻ്റെ ഇന്നോവേഷൻസ്, പ്രോസസ് സിസ്റ്റത്തിലുള്ള ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തുന്ന ആളാണ് ഇൻട്രാപ്രണർ എന്ന് പറയുന്നത്. ആൻഡ് ഓൺട്രപ്രണർ ഈസ് എ ഇൻഡ്യൂസീവ് ഇൻ നേച്ചർ, വേറെസ് ഇൻട്രാപ്രണർ ഈസ് റിസ്റ്റോറേറ്റീവ് ഇൻ നേച്ചർ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ഇൻഡ്യൂഷൻ, അവരുടെ ഒരു ഇൻഡ്യൂഷനിൽ ഫലമായിട്ട് അവരൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ബിസിനസ് സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഐഡിയ റീസ്റ്റോർ ചെയ്യുന്നത് ഇൻട്രാപ്രണറാണ്. ആൻഡ് entrepreneur uses his own resources, man, machine, money, etc. In the case of intrapreneur, resources are readily available. അതായത് ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അയാളുടെ റിസോഴ്സസ് ഒക്കെ ഉപയോഗിച്ചിട്ട്, അതായത് മാൻ, മെഷീൻ, മണിയൊക്കെ, അതായത് ഓൺട്രപ്രണർ എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. ഇൻട്രാപ്രണർ എന്ന് പറഞ്ഞാൽ അത് റെഡിലി അവൈലബിൾ ആണ്, മെഷീനും മെറ്റീരിയലും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് പ്രൊഡക്റ്റ് മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇൻട്രാപ്രണറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ആൻ ഓൺട്രപ്രണർ റേസസ് ക്യാപിറ്റൽ ഹിംസെൽഫ്, ഇൻട്രാപ്രണർ ഡസ് നോട്ട് നീഡ് ഫണ്ട്. ഓൺട്രപ്രണറാണ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നത്. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് അതിന് ഫണ്ടൊന്നും ആവശ്യമില്ല. ആൻഡ് ഓൺട്രപ്രണർ വർക്ക്സ് ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി, ഇൻട്രാപ്രണർ പാർട്ട് ഓഫ് എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷൻ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ പുതിയതായിട്ട് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ്. ഇൻട്രാപ്രണർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഓൺട്രപ്രണർ ഈസ് ഓൺ ബോസ്, ഇൻഡിപെൻഡൻറ്റ് ടു ടേക്ക് ഡിസിഷൻ. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ അയാളാണ് ബോസ്, അയാൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇൻട്രപ്രണർ എന്ന് പറഞ്ഞാൽ വർക്ക്സ് ഫോർ ദ ഓർഗനൈസേഷൻ, ഹി കനോട്ട് ടേക്ക് ഇൻഡിപെൻഡൻറ്റ് ഡിസിഷൻസ്. ദിസ് ഈസ് വൺ ഓഫ് ദ സൈലൻറ്റ് ഫീച്ചർ ഓഫ് ഓൺട്രപ്രണർ, കേപ്പബിൾ ഓഫ് ബെയറിംഗ് റിസ്ക് ആൻഡ് അൺസർട്ടനിറ്റീസ്. ഇൻട്രപ്രണർ കമ്പനി ബെയർസ് ഓൾ റിസ്ക്. കമ്പനിയിൽ വരുന്ന റിസ്കുകൾ ഓവർകം ചെയ്യുന്നത് ഇൻട്രപ്രണറാണ്, പക്ഷെ അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ബെയർ ചെയ്യേണ്ടി വരുന്നത് ഓൺട്രപ്രണർക്കാണ്. ഓൺട്രപ്രണർ വർക്ക്സ് ഹാർഡ്, ദെൻ മാർക്കറ്റ് സക്സസ്ഫുള്ളി ആൻഡ് ക്രിയേറ്റ് പ്ലേ സബ്സിക്വൻ്റ്ലി. ഇൻട്രപ്രണർ വർക്ക്സ് ഓർഗനൈസേഷൻ വൈഡ് റേഞ്ച് ഓഫ് ഇന്നോവേഷൻ, ക്രിയേറ്റിവിറ്റി, പ്രൊഡക്ടിവിറ്റി. ഇൻട്രപ്രണർ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഇന്നോവേഷനും ക്രിയേറ്റിവിറ്റിയും പ്രൊഡക്ടിവിറ്റിയും ഒക്കെ കൊണ്ടുവരികയാണ്. ഓൺട്രപ്രണർ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ട് അവിടെ വരുത്തേണ്ട മാറ്റങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇൻട്രപ്രണർക്ക് കൈമാറുന്നു. ഇൻട്രപ്രണർ അതനുസരിച്ച് വർക്കുകൾ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു.